everyone. Welcome back to my classroom. Today we are going to discuss about the basic principles of management accounting. Management accounting is based on certain principles and conventions. The basic principles of management accounting are as follows. First one, principles of relevancy. What is the principles of relevancy? Management accounting focuses its attention on its relevant data. Irrelevant data are of no use to management. മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആവശ്യമില്ല. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റെലവൻസി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീലിംഗ് ആൻഡ് പ്രൊവൈഡിങ് റെലവൻറ്റ് ഡാറ്റ റാദർ ദാൻ ഇറലവൻറ്റ് ഡാറ്റ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് integration. Management accounting is a multidisciplinary, so it deals all type of managerial information. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. നമ്മൾ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണ സമയത്ത് പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് വളരെ വൈഡാണ്, ഡിഫറെൻറ്റ് ഡിസിപ്ലിനറി ആയിട്ട് റിലേറ്റഡ് ആണ്. So it deals all the type of managerial information. Okay, അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റെലവൻസി. ദെൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റഗ്രേഷൻ. രണ്ടും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടിങ്. Management accounting updating the information and report date to date. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റിവാലുവേഷൻ അക്കൗണ്ടിങ് എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഓരോ ഡേറ്റിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിപ്പോർട്ടായിരിക്കും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന അനദർ പ്രിൻസിപ്പിളാണ് റീവാലുവേഷൻ അക്കൗണ്ടിങ്. Principles of utilization. It should reveal the information about whether the resources and properly utilized or not. ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റിവീൽ ചെയ്യുന്ന ഇൻഫർമേഷൻ അത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഷുഡ് റിവീൽ ദി ഇൻഫർമേഷൻ എബൌട്ട് വെദർ റിസോഴ്സസ് ആൻഡ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിവീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അവർ ചെയ്യുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിവീൽ ചെയ്യുന്നത് ഇൻഫർമേഷനാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ്. മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ട ഇൻഫർമേഷൻസാണ് അതിനകത്ത് റിവീൽ ചെയ്യുന്നത്. ആ ഇൻഫർമേഷനിലൂടെ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ ക്യാപിറ്റൽ എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ ക്യാപിറ്റലിൻ്റെ, അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ ഷോർട്ടേജ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഷോർട്ടേജ് ഉണ്ടോ, അല്ലെങ്കിൽ എമൗണ്ട് എക്സസ് ആയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രിൻസിപ്പിളിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്യുറസി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിനിങ് ദി ആക്യുറസി ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കനൈസ്ഡ് അക്കൗണ്ടിങ്. മെക്കനൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, that is the principle of accuracy. Next one, forward looking approach. Management accounting help to anticipate and prevent the problems with the help of management accounting tools and techniques such as standard costing, budgetary control, etc. ഇപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസാണ് മാനേജേഴ്സ് എടുക്കുന്നത്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് പ്രിവെൻറ്റ് ദ പ്രോബ്ലംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസ് ആൻഡ് ടെക്നിക്ക്.
അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള ടെക്നിക്കും ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാനേജേഴ്സിന് പ്രോബ്ലംസ് ഒരു പരിധി വരെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രോബ്ലംസ് ഈ ഓർഗനൈസേഷനിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട്, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്യൂച്ചർ ഓറിയൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കും. ആ ഒരു അപ്രോച്ചിനെയാണ് ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഫോളോ ചെയ്യുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് ആൻഡ് ആക്യുറസി. ഇവിടെ എന്താണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ വെച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ്, ഒരുപാട് കാലത്തെ മുന്നിലോട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഫോർവേഡ് ലുക്കിംഗ് ആണ്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ. Managers should concentrate only on basic problem rather than each and every organizational problem. ഓർഗനൈസേഷനകത്ത് പല പ്രോബ്ലംസും ഉണ്ടാവാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ എല്ലാ പ്രോബ്ലത്തിലും മാനേജേഴ്സ് ഇടപെടുകയോ അവരത് സോൾവ് ചെയ്യാനോ നിൽക്കില്ല. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണോ, ഏറ്റവും കൂടുതൽ അവരുടെ ടൈമും അവരുടെ എഫേർട്ടും എവിടെയാണോ ആവശ്യമുള്ളത്, അവിടെ പ്രീഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് അവരത് അപ്ലൈ ചെയ്യുന്നത്. ദി ടൈം ആൻഡ് എഫേർട്ട് ഓഫ് മാനേജറിയൽ പേഴ്സണൽ ആർ പ്രീഷ്യസ്. അവരുടെ എഫേർട്ടും ടൈമും വളരെ പ്രീഷ്യസ് ആയതുകൊണ്ട് തന്നെ അത് എവിടേക്കാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. ദേ ഷുഡ് പേ അറ്റൻഷൻ ഓൺലി ടു ദോസ് പ്രോബ്ലം വിച്ച് ആർ അൺയൂഷ്വൽ ഓർ എക്സെപ്ഷണൽ. എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്രോബ്ലം എവിടെയാണോ, അൺയൂഷ്വൽ ആയിട്ടുള്ള പ്രോബ്ലം എവിടെയാണോ, അവിടെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Then principles of objectivity. Every management accounting statement and reports are based on solid evidence and facts. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിക്കോട്ടെ, അവർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്സുകളായിക്കോട്ടെ, അതുപോലെ ഈ റിപ്പോർട്ടുകളായാലും സ്റ്റേറ്റ്മെൻ്റ് ആയാലും അതെല്ലാം എവിഡൻസ് ഉണ്ടാവും അതിനെല്ലാം. അതായത് സപ്പോർട്ടിങ് എവിഡൻസോട് കൂടിയാണ് ആ ഫാക്ട്സ് എല്ലാം അവർ സോളിഡായിട്ടുള്ള എവിഡൻസോട് കൂടി ആണ് അവരെന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നത്, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും ദാറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് സോളിഡ് എവിഡൻസ്. അതിനൊക്കെ തെളിവുകളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാര്യം റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും അതിനൊരു എവിഡൻസ് ഉണ്ടായിരിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി. Once an entity adopts any accounting principle or method, it will continue to follow consistently in future accounting period. ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫേം പ്രസൻറ്റിങ് ഇൻഫർമേഷൻ അതായത് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഏതാണോ ആ ഒരു സ്ഥാപനത്തിൽ ഏതാണോ അവർ എൻറ്റിറ്റിയിൽ ഏത് മെത്തേഡാണോ അഡോപ്റ്റ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇൻ ഓർഡർ ടു മേക്ക് എ മീനിങ് ആൻഡ് യൂസ്ഫുൾ കമ്പാരിസൺ ഓഫ് ഇൻഫർമേഷൻ, മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാനും അതുപോലെ മീനിങ് ആയിട്ട് അത് യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് മാനേജേഴ്സ് എപ്പോഴും ഒരേ തരത്തിലുള്ള മെത്തേഡ് തന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വർഷം ഒരു മെത്തേഡ് ഫോളോ ചെയ്തു, നെക്സ്റ്റ് ഇയറിൽ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്തു, നെക്സ്റ്റ് ഇയറിൽ വേറൊരു മെത്തേഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയർ വൈസ് ആയിട്ടുള്ള കമ്പാരിസൺ അവിടെ പോസിബിൾ അല്ല. ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് ഇയർ വൈസ് ആയിട്ടുള്ള കമ്പാരിസൺ പോസിബിളാണ്. അതുപോലെ ഇതേ നേച്ചറിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകൾ മാക്സിമം അഡോപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് ഫേമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഫേം ഫോളോ ചെയ്യുന്ന അതേ മെത്തേഡാണ് നമ്മുടെ ഫേം ഫോളോ ചെയ്യുന്നതും കമ്പാരിസൺ കുറച്ചുകൂടെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. കറക്റ്റായിട്ടുള്ള അതൊന്ന് കമ്പയർ ചെയ്ത് റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് കൺസിസ്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് ആയിട്ടുള്ള കമ്പാരിസൺ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് ഇൻഫർമേഷനോ സ്റ്റേറ്റ്മെൻറ്റോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്ത് കാര്യം കമ്പയർ ചെയ്യുകയാണെങ്കിലും ഒരേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, Management uses accounting principles and practices on consistent basis year after year.
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റിജിഡായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു 9 പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 9 പ്രിൻസിപ്പിളും ഓരോ ഫേമും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു കൺസിസ്റ്റൻസി വന്നു. കാരണം ഓരോ ഇയറിലും ഓരോ പ്രിൻസിപ്പിൾസ് മാറ്റിയിട്ടല്ല ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരേ പ്രിൻസിപ്പിളാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ എല്ലാ ഫേമും ഒരേ നേച്ചറിലായിരിക്കും. അവർ കമ്പയർ ചെയ്യാൻ ഈസിയാണ്, കമ്പാരിസൺ മീനിങ് ഫുള്ളായിരിക്കും. കമ്പയർ ചെയ്ത് നിന്ന് റിസൾട്ട് അവർക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ബേസിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.